welcome back my show. We are invite Radish Krish. Hi. Hi. സൂപ്പർ സ്റ്റാർ AGP മെഗാസ്റ്റാർ ആറാട്ടണ്ണൻ പുതിയ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ക്രിഷ് ഒരു ആക്ടർ. നമ്മളിപ്പോ ഒരുപാട് പടങ്ങളില് ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ട്രാൻസ്, അബ്രഹാമിന്റെ സന്തതികള്, കോശാന്റെ പറമ്പ്, മാമാങ്കം, ഇപ്പൊ വരാൻ പോകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്താണ് പറയാ? ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമായതിലുള്ള സന്തോഷത്തിലാണ്. ഇത്രയും നാളായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ സിനിമ റിലീസാവാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയൊരു പടത്തിൽ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതാണ് ഇപ്പോഴത്തെ. സുരേഷ് ഗോപി സാറിന്റെ ബർത്ത്ഡേ ആണ്, അറിയാം. പുള്ളി സുരേഷ് ഗോപിന് മനസ്സിലാൻ കുറിച്ച് എന്ത് പറയുന്നു? ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി, ബിക്കോസ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഓഫ് വാട്ട് ഇറ്റ് ഇസ്. അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പറഞ്ഞേക്കുന്ന കണക്ക് ഒരു സോൾ ക്യാരക്ടറാണ്, ശുദ്ധനായ മനുഷ്യനാണ്. ഇറ്റ്സ് എ ഡിവൈൻ സോൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. കൊച്ചുകുട്ടികളുടെ മനസ്സാണ്, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് എല്ലാ ഇമോഷണലാണ്. അങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ചൂടാവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടപ്പോഴൊക്കെ അത്യാവശ്യം കൂളായിരുന്നു. അത് ദ വേ ഹീസ് റെൻഡറിങ്, പുള്ളി ആ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്ന സാധനമുള്ളൂ. ഡയലോഗ് ഡെലിവറി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡിഫറെൻ്റ് ആണ്. അത് സുരേഷ് ചേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ രസമുള്ളൊരു പരിപാടിയാണ്. കാരണം ഒരു താളമുണ്ട്, ഒരു ഋതമുണ്ട് പുള്ളി. കാരണം അതെങ്ങനെ പറ്റുന്നു എന്ന് നമുക്കത് മനസ്സിലാവില്ല. കാരണം സുരേഷ് ചേട്ടൻ്റെ ആ താളം മലയാളികൾക്കെല്ലാം സുപരിചിതമായ താളമാണ്. ആ താളം വേറൊരാൾക്ക് താളം എടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ തന്നേക്കുന്ന ആ ഡയലോഗ് ഡെലിവറി ഒരിക്കലും പുള്ളിയുടെ പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആ റിതം താളം, പുള്ളിക്കുള്ള താളം ഓഡിയൻസിന് അറിയാം, മലയാളികൾക്ക് അറിയാം. അങ്ങനെ ഇന്നാളെ നിങ്ങൾ വിളിച്ചപ്പോൾ മാധവാണ് എടുത്തിട്ട് സുരേഷ് ഗോപി. അത് ഞങ്ങളൊരു പ്രൊമോഷൻ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ആറാട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഹി ഈസ് ലൈക്ക്, പുള്ളി ഭാര്യയുടെ കേസ് വരെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പടം കാണും, രതീഷ് അഭിനയിക്കുന്ന പടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അല്ലേ. അപ്പോൾ അപ്പോഴാണ് മാധവ് എടുത്തു, സംസാരിച്ചു, ഇങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ മാധവ് പറഞ്ഞു. ഫാമിലിയുടെ അടുപ്പമുണ്ടോ സുരേഷ് ഗോപിയുടെ? ഇല്ല, ഫാമിലി ആയിട്ടൊന്നുമില്ല, മക്കള് രണ്ടുപേരും. കാരണം മുതുകോവിലാണ് ഞാൻ തുടങ്ങുന്നത്. മുതുകോവ് ഹീറോ ആണ്, ഞാൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ അന്ന് തൊട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ JSK'ക്കകത്ത് അനിയനുമായിട്ട് അഭിനയിച്ചു. രണ്ടുപേരുടെ ആദ്യ പടത്തിൽ എന്തോ നിമിത്തം പോലെ അതിന് ഭാഗ്യം കിട്ടി. മാധവ് കോമ്പിനേഷൻ സീനിലുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഈ ഫിലിം നിങ്ങൾ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് ടു വേണ്ടത് നിങ്ങളുടെ വൈഫിനോടല്ലേ? പേഴ്സണലും ഒഫീഷ്യലും എല്ലാം കൂടി കണക്ട് ചെയ്തതാണ്. ഡെഫിനറ്റ്ലി മൈ വൈഫ്, മൈ ഡാഡ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരും. കാരണം ഈ ഒരു ജേർണി അതത്ര എളുപ്പമുള്ള ജേർണി അല്ല. നിങ്ങൾ കോർപ്പറേറ്റ് ജോലിയിലല്ലേ? I was like working for EDC Creative Technology Solutions. ഞാൻ ഒരു മാർക്കറ്റിംഗ് ഹെഡ്, ഒരു എഞ്ചിനീയർ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. ആ ചോദ്യം ലൈക്ക് സുരേഷ് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് മാധവന്റെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ദിസ് ഇസ് ഗോൺ ബി മാധവ്സ് ഫസ്റ്റ് എന്നുള്ള സാധനം. ഐ ഫീൽ JSK is going to be മാധവ് സുരേഷ് ഫസ്റ്റ്. സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. പൃഥ്വിരാജ് സ്റ്റൈലിൽ സംസാരിക്കുന്ന അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അവര് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അയാൾ അങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത് എനിക്ക് ഭാവിയിൽ ദോഷം വരും എന്നുള്ള രീതിയിൽ പരിപാടികൾ അനലൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടി സാധാരണക്കാർക്ക് ഇല്ല. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എന്റെ അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കി മലയാളി അങ്ങനെ ഒരു സാധനമല്ലേ. പുള്ളി എന്താ പറഞ്ഞെന്നുള്ള സാധനം ഞാൻ കേട്ടിരുന്നു. പുള്ളി പറഞ്ഞതിനകത്തുള്ള ഞാൻ മലയാളികൾ ആണ്
ജെന്യൂൻ ആയിട്ടൊരു ഒരു സംഭവം വന്നപ്പോൾ പുള്ളിയുടെ അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കി. എനിക്കും ആ കഴിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ they will consider me എന്നുള്ള സാധനം പറഞ്ഞു. അതിപ്പോ ഞാനായാലും പറയും. മീഡിയക്കാർ വളച്ചൊടിച്ചു എന്നുള്ള സാധനമല്ല. അപ്പൊ പൊതുവെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇന്നലത്തെ എന്തോ ഒരു ഇന്റർവ്യൂവിനകത്ത് അതുപോലെ ഓരോ ഇന്റർവ്യൂസിലും ആൾക്കാർ വായിക്കാൻ വേണ്ടിയുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പടം ആദ്യമല്ല ഗംഭീര ഹിറ്റ്. പുള്ളി ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം വലിയ രീതിയിൽ കഥയും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും പടം ഹിറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ മാധവന്റെ മൂവി എന്നോട് തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി തന്നെ ദിവസം കിങ് ഓഫ് ദ ലൊക്കേഷൻ വെച്ച്. അപ്പോ കുമ്മാട്ടിക്കളി വലിയ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയില്ല. പടം വർക്കാവുന്നതും വർക്കാവാതിരിക്കുന്നതും ഒന്നും ഒരു നടന്റെ കയ്യിലല്ല. നടൻ അഭിനയിക്കുക ഒരു അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ഒരു മിഥ്യാധാരണ അതിപ്പോ പറഞ്ഞു മനസ്സിലാക്കാം. അച്ഛൻ നടനായതുകൊണ്ട് മകൻ നടനാവണം, സൂപ്പർ സ്റ്റാർ ആവണം. അത് അവര് കാലം കൊണ്ട് അവര് തെളിയിക്കേണ്ട സംഭവമാണ്. ആക്ടിങ് വൈസ് ഏത് രീതിയിലാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ്, പിന്നെ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അത് ബേസ് ചെയ്താണ്. അല്ലാതെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഹൃത്തിക് റോഷന്റെ കാര്യം എടുത്തു നോക്ക്. നെപ്പോട്ടിസം പറഞ്ഞു, ശരിയാണ് എല്ലാവരും, ബട്ട് ഹി ഈസ് ഗിവിംഗ് ടഫ് കോമ്പറ്റീഷൻ ഫോർ എവരിബഡി. ലൈക്ക് നെപ്പോട്ടിസം പറയുമ്പോ ഇവർക്ക് ഉണ്ടാവുന്ന പലരും ഫസ്റ്റ് ഓപ്പണിംഗ് കിട്ടാൻ എളുപ്പമാണ്. അത് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പ്രണവ് അഭിനയിക്കുമ്പോ എല്ലാവരും മോഡലായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അവരനുഭവിക്കുന്ന ടെൻഷൻ ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ വളരെ എളുപ്പമാണ് കയറാനുള്ളത്. പക്ഷെ ഇവര് കമ്പയർ ചെയ്യുന്ന ഇവരുടെ ഫാദറെ കമ്പയർ ചെയ്യുമ്പോ ഇവർക്ക് ഒരു ഇതുണ്ട്. അത് അവര് ബേസിക്കലി അവര് the feelings that they have എന്ന് പറയുന്ന സാധനം അത് എനിക്കറിയണമെന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ ആൾക്കാർ പറയും നെപ്പോട്ടിസം ആണ്, ഇവർ കയറാൻ എളുപ്പമാണല്ലോ പറയും. പക്ഷെ ഇവർ അനുഭവിക്കും. ഇപ്പൊ നമ്മളുടെ ചെയ്താന പോലെ ആൾക്കാർ പറയും നെപ്പോട്ടിസം ആണ് മലയാളം സിനിമയല്ല. പക്ഷെ ഈ നെപ്പോട്ടിസം പറയുമ്പോൾ ഇവർ അണ്ടർഗോയിന് പ്രഷർ പലരും മനസ്സിലാകുന്നില്ല. ഇപ്പൊ പ്രണവ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ലാലേട്ടനായിട്ട് കമ്പയർ ചെയ്ത. അപ്പൊ അവർക്ക് ഏർലി എൻട്രി ആണെങ്കിലും അവരും കുറെ എക്സ്പെക്ടേഷൻ ഭയങ്കരമാണ്. അപ്പൊ അവരും ദേറാസോ കഷ്ടപ്പെടുന്നുണ്ട് അവര്. ഈ മലയാള സിനിമയില് എന്തുകൊണ്ടാണ് ഈ സിനിമാ നടന്മാരുടെ മകള് പെൺമക്കള് സിനിമയിൽ വരാറ്? ആര് പറഞ്ഞു മലയാള സിനിമയിൽ പെൺമക്കൾ സിനിമയിൽ വരുന്നില്ല? ജനറലി കുറവാണ്. കല്യാണി പ്രിയദർശൻ ടോപ്പ് ഡയറക്ടറിന്റെ മോളാണ്. പിന്നെ ഇല്ല, അല്ല ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയാം കുറവാണ്. മനോജ് കെ ജയൻ ഉർവശിയുടെ മോള് കുറവാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സ്റ്റാർഡമുള്ള പേര് ഞാൻ പറയുന്നില്ല വിവാദവും, പക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരുടെ മക്കള് പേരെടുത്ത് പറയാം, മീനാക്ഷി ദിലീപ്, അവരൊന്നും സിനിമയിൽ വരുന്നില്ല. ഇവിടെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് സിനിമയിൽ വരാനാണ് ആഗ്രഹം. നിനക്ക് മീനാക്ഷി സിനിമയിൽ വന്നിട്ട് നിനക്ക് എന്താണ് പ്രത്യേകിച്ച് ചേട്ടൻ? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് വരും. ഓ, അത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. അലൻ ജോസ് പെരേരയ്ക്ക് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിച്ച് പടം നേടിയ ആളാണ്. ഓ, അങ്ങനെ ശരിയാണ്. അതുകൊണ്ടാണ് ഇന്റർവ്യൂടെ കാര്യം പുള്ളിക്കാരത്തെ മീനാക്ഷി ദിലീപിനെ പറ്റി പറഞ്ഞു നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടറായി പുള്ളി 40,000 വരുമാനം എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി. കാരണം സ്വന്തം അച്ഛൻ അച്ഛന് 40,000 വരുമാനം ദിലീപ് ഏട്ടന് അത്യാവശ്യം സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം പോകുന്നുണ്ട് താങ്കൾ പറയുന്നത് ഇത്രയും. അല്ല, എന്താണ് ഇതിന്റെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവർ അഭിനയിക്കുന്ന ഇല്ലയോ എന്നാ? ഇത് രണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം എന്താ, സിനിമ ഇഷ്ടമുള്ള ആൾക്കാർ അവര് സിനിമയിലേക്ക് വരണം. കമലഹാസൻ 2 മക്കൾ വന്നില്ലേ? അക്ഷരാസനും ശ്രുതി ഹാസനും വന്നില്ലേ? വന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഏത് നടന്റെ മകളാണെങ്കിലും മകനായാലും അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരും. അത് നിലനിൽക്കും എന്നുള്ളതിനകത്ത് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ നിലനിൽക്കും. പൃഥ്വിരാജ് പിടിച്ചിരിക്കണില്ലേ? നിങ്ങളെ കുറിച്ച് പറയുമ്പോ വളരെ എനർജി ഉള്ള ആളാണ്. എനർജി ഇച്ചിരി കൂടുതലാണ്, കുറച്ചോണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാണ് മലയാളം സിനിമയിലോ? മമ്മൂക്ക, ലാലേട്ടൻ,
സുരേഷ് ഏട്ടനും. ഇവരിൽ ആരാണ് ഏറ്റവും വളരെ കുഴക്കുന്ന ചോദ്യമാണ് ചോദിച്ചേക്കുന്നതെന്നാണ് പുള്ളി വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഒന്നുമല്ല, ഞാൻ ഇടിക്കട്ട ലാലേട്ടൻ ഫാനാണ്, മനസ്സിലായോ? അതിനേക്കാളും മമ്മൂക്ക ഭക്തനാണ്. പിന്നെ സുരേഷ് ഏട്ടൻ്റെ കൂടെ അഭിനയിച്ചുള്ളൊരു സംഭവമുണ്ട്. ആക്ഷൻ ഹീറോ ഇമേജിൽ സുരേഷ് ഏട്ടൻ്റെ ഫാനാണ്. ഏറ്റവും മലയാളം സിനിമയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആക്ടർ ആരാണ്? അടിപൊളി. ഹൗ ഡു യു റേറ്റ് ടാലന്റ്? എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരാളെ റേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള നിലയിലും ഞാൻ എത്തിയിട്ടില്ല. ആസ് എൻ ആക്ടർ, ഞാൻ ആക്ടറായുണ്ട്. ഞാൻ ആക്ടർ അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ലാൽ സാറ്, ലാലേട്ടൻ ഫസ്റ്റ്, അല്ലെ മമ്മൂക്ക ഫസ്റ്റ്. ഞാനൊരു ആക്ടർ കൂടിയാണ്. എനിക്ക് ഇവരുടെ ഇതൊന്നും അനലൈസ് ചെയ്ത് ബട്ട് ഐ ആം എ ഡൈ ഹാർഡ് ലാലേട്ടൻ ഫാനാണ്. കട്ട ലാലേട്ടൻ ഫാൻ, ഇടിക്കട്ട മമ്മൂക്ക ഫാൻ. അതുപോലെ പിണക്കത്തിന്റെ കാര്യമല്ല ഇത്. ഞാൻ മമ്മൂക്കയുടെ ആദ്യം ഇടപെടുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കട്ട ഫാനൊന്നും അല്ല. ഐ വാസ് എ കട്ട ഫാൻ ഓഫ് ലാലേട്ടൻ. ഷുവർ, അങ്ങനെ പറഞ്ഞു തന്നെയാണ് തുടങ്ങുന്നത്, മനസ്സിലായോ? ബട്ട് ലേറ്റർ എങ്ങനെ ഞാനൊരു മമ്മൂക്ക ഭക്തനായി എന്ന് പറഞ്ഞാൽ ഐ കെയിം ടു എന്താ പറയുക, ആ ഒരു സാധനം, ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ കണക്ഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. വാട്സപ്പിലൂടെ കിട്ടിയ ഒരു കണക്ഷൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അല്ല, സിനിമയിൽ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ആക്ടിങ് എങ്ങനെയാണ്? നാച്ചുറൽ ആണോ, മെത്തേഡ് ആണോ, അല്ലെങ്കിൽ രണ്ടും ചെയ്യാറുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആക്ടിങ് പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ? ആക്ടിങ് പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരേണ്ടതാണോ? അല്ലെങ്കിൽ സിനിമയിൽ കയറാനായിട്ട് അല്ലാണ്ട് അവസരം കിട്ടും ടീം പഠിക്കാണ്ട് തന്നെ? ആക്ടിങ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിങ് വർക്ക്ഷോപ്സും ആക്ടിങ്? മെത്തേഡ് ആക്ടിങ് ആണ്, നാച്ചുറൽ ആക്ടിങ് പഠിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ലാലേട്ടൻ ഒരു സ്ഥലത്ത്, ലാലേട്ടൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ് പഠിച്ചെങ്കിൽ പുള്ളിയുടെ ആക്ടിങ് പോയാണ്. ഈ ആക്ടിങ് ആയിക്കില്ല, വേറെ രീതിയിലായിരുന്നു. ഓഡീഷൻ ഇല്ലാണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, പിന്നെ യൂട്യൂബ് താരങ്ങള്, പോസ്റ്റ് താരങ്ങൾ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഡീഷനും ഈ ആക്ടിങ് ക്ലാസ്സും വേണോ? ശരിക്കും ഓഡിഷനും ആക്ടിങ് ക്ലാസ്സും വേണോ? ശരിക്കും ആർക്ക് വേണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇത് ആക്ടേഴ്സിന് വേണോ എന്നാണോ, അതോ സിനിമാക്കാർക്ക് വേണോ എന്നാണോ, അതോ പുതിയ ആക്ടേഴ്സിന് വെച്ച് പടം ചെയ്യുമ്പോൾ ഓഡിഷൻ ചെയ്യണമോ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ചെയ്യണമോ, നല്ലതാണോ ചീത്തയാണോ ഒരു സംഭവം? പുതിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാണ്. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നത്, ആ പ്രൊഡക്ഷൻ ടീം ഒരു വർക്ക്ഷോപ്പ് വെച്ച് ഒരു ആക്ടിങ് ട്രെയിനറെ കൊണ്ട് അവർക്ക് കുറച്ച് സെഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം. ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാൽ റിഹേഴ്സൽ എടുക്കാറുള്ളതാണ് നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട്. പുള്ളി വർക്ക്ഷോപ്പ് പുള്ളിയെ പോലെ പേഴ്സണാലിറ്റി പറ്റില്ലെന്നാ പറയണത്. ഇതൊക്കെ ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ മാക്സിമം സിംഗിൾ ടേക്ക് ഓക്കെ ആർട്ടിസ്റ്റ് ആണ്. സിംഗിൾ ടേക്ക് അത് വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഡയറക്ടർ എൻ്റെ ഒക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നീ 3-4 ടേക്കൊക്കെ പൊക്കോ, എനിക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും പക്ഷെ ആ ഫസ്റ്റ് ടേക്ക് കൊടുക്കുന്ന ഒരു 100% സാധനമായിരിക്കും. പിന്നൊരു വേരിയേഷൻ വരുന്ന എന്തോ എനിക്കത് എന്താ പറയുക, റെസ്പ്രിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല സാധനം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഒരു വട്ടം ചെയ്തൊരു സാധനം അതേ രീതിയിൽ എനിക്കത് അടുത്ത ടേക്കിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. പറ്റുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇല്ല. ലാലേട്ടൻ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ലൂസിഫറിലല്ല 17 ടേക്ക് വരെ എടുത്തിട്ടുണ്ടോ? 17 ടേക്ക് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു ആറട്ടെണ്ണം. അല്ലല്ല, അങ്ങനെയാണ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, 17 ടേക്ക് വരെ എടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോട്ടാമ്പി ലൊക്കേഷൻ വെച്ച ലാലേട്ടന്റെ അഭിനയം കണ്ടതാണ്. പക്ഷെ ലാലേട്ടന്റെ അഭിനയം പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കണം. കാരണം പുള്ളി അവരൊക്കെ ലെജൻസ് ആണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റേ
ഞാൻ തുടങ്ങിയിട്ടില്ലേ ഉള്ള ഏട്ടാ, ഏട്ടന്റെ സമയമാകുമ്പോ ഞാൻ എന്താ ഡയലോഗ് ഉണ്ടല്ലോ, ഏത് പടത്തിനാ തരുന്നത്, പൃഥ്വിരാജ് മമ്മൂക്കയൊക്കെ പറയുന്ന ഡയലോഗാണ് അത്. എന്തായാലും നിങ്ങൾ ഒരുപാട് എന്താ പറയാ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എല്ലാരും സിനിമ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാരും സ്ട്രഗിൾ ചെയ്യും. നമുക്ക് ഈ സിനിമയിലേക്ക് വരാം, JSK ചില വിവാദങ്ങൾ പറയണ്ടല്ലോ. വിവാദങ്ങൾ എന്തിനാണ്, ഓൾറെഡി സംസാരിക്കുന്ന ഒരുപാട് പേര് വിവാദങ്ങളെ കുറിച്ച്, ഡയറക്ടർ സംസാരിക്കുന്നുണ്ട്, മറ്റേ ഇൻഫ്ലുവൻസർ സംസാരിക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞു, നമുക്ക് അത് വിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജാനകി എന്നുള്ള പേര് മാറ്റണം, ജാനകി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കേട്ടില്ല, ഞാൻ കേട്ടത് ജാനകി എന്ന് പറയുന്ന പേര് ഇല്ല. നായിക ആരാണ്? മെയിൻ ലീഡ് ക്യാരക്ടർ ഹീറോയിനായിട്ട് അനുപമ പരമേശ്വരൻ. അപ്പൊ ദിവ്യ പിള്ളെ ഉണ്ട്. അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിപാടികളാണ്. ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും അവരുടേതായ ഒരു ക്യാരക്ടർ. ഡയറക്ടർ അഭിനയിച്ചിട്ടില്ല. അല്ല, എന്റെ പേരെന്താ എനിക്കറിയില്ല. പ്രവീൺ നാരായണൻ. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ പടങ്ങള്? മുമ്പ് പുള്ളി ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു നിങ്ങളെ സെലക്ട് ചെയ്തപ്പോ ആദ്യം എന്താ പറഞ്ഞ ഡയറക്ടറല്ല? എന്നെ സെലക്ട് ചെയ്തത് ദൈവമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അത് ഞാൻ പടത്തിൽ ദൈവസാക്ഷിയാണോ? ഞാനോ? ഓഫ് കോഴ്സ്. ഞാനോ? അല്ല, ഞാൻ എനിക്ക് വരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് എങ്ങനെ പറ്റും. ഇതുപോലുള്ള വലിയ പടങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ചോദിക്കും, കിട്ടാതെ കഥ വായിക്കാറുണ്ട്. അല്ല, ഞാനങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാറുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ ഇന്ന കഥ അതൊന്നുമില്ല. എനിക്ക് സാധനം വർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോ പറഞ്ഞാൽ മതി, ആ സീൻ എനിക്ക് തന്നാൽ ഞാൻ അത് ചെയ്യും. ഇനി ഭാവിയിൽ സിനിമയിൽ ന്യൂഡായി അഭിനയിക്കാൻ സീൻ വന്നെങ്കിൽ ചെയ്യുമോ? ന്യൂഡായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ സീൻ അഭിനയിക്കോ? സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു റെപ്യൂട്ടഡ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൂവൻ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം നോക്കിയിട്ട് there is nothing about it. Like I don't have any inhibitions. എനിക്ക് അങ്ങനെ ഇൻഹിബിഷൻസ് ഒന്നുമില്ല. ഇൻഹിബിഷൻസ് ഇല്ല. ഇപ്പോൾ ഇവിടെ തലകുത്തി നിൽക്കാൻ ഇപ്പോൾ ആരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലകുത്തി നിൽക്കുക, അതിന് യാതൊരു സംഭവമില്ല. പക്ഷെ കുറച്ച് റിഫൈൻഡ് ആയാൽ മാത്രമേ ആക്ടിങ്ങിനകത്ത് നമുക്കൊരു, ഞാൻ ഈ കുറച്ച് നാളെ എഴുത്ത് പരിപാടികളൊക്കെ ആയിട്ട് ജസ്റ്റ് ഡിസോറിയന്റഡ് ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൽഹാസൻ, he's an actor. He also should have thought like that. Not only Kamal Haasan, there are many heroes, character artists, many people are there who have done a commendable job, not just thinking. ഒരു നല്ല ആക്ടറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹം? നല്ല ആക്ടർ, സൂപ്പർ സ്റ്റാർ എന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റാർഡം. ഓഫ് കോഴ്സ്, ഏതൊരു ആക്ടർ ആയാലും സ്റ്റാർഡം ആഗ്രഹിക്കുന്നില്ല. അയ്യോ ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോളാം, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്ക് ഒരു ചെറിയൊരു സാധനം. ഒരു സഭാ നടന ക്യാരക്ടർ റോൾ ചെയ്യാനാണ് താല്പര്യം അല്ലെങ്കിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യം? എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം. അഭിനയിക്കാൻ എന്ത് കിട്ടിയാലും ചെയ്യും. അത് മാത്രമല്ല, സ്ക്രിപ്റ്റ് ചെയ്ത് ആ പാട്ട് അതൊക്കെ ചെയ്തിരുന്നു. ഇനി ആ പരിപാടിയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ആക്ടിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്ത്, മേ ബി ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന എന്തെങ്കിലും പരിപാടികൾ, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം അറിയാവുന്ന പ്രോജക്റ്റുകളാണ്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ എല്ലാവരും തന്നേക്കുന്ന എൻകറേജ്മെന്റ് ഭയങ്കര വലുതാണ്, കിട്ടുന്ന സാധനം, പൊളി സാധനം. പക്ഷെ ഇത് പറയേണ്ട ആൾക്കാർ ഇത് വായിക്കുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഫെഡപ്പായിട്ട് ഞാൻ ആ പരിപാടി നിർത്തി. ഇനിയിപ്പോൾ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റുമായിട്ടൊരു ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്, പുള്ളി ഇൻട്രസ്റ്റഡ് ആണ്, അത് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമായിരിക്കും. ഈ ചെറുപ്പം മുതലേ സിനിമയോട് പാഷൻ ഉണ്ടായിരുന്നോ? 4ാമത്തെ വയസ്സ് തൊട്ട്. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഞങ്ങളുടെ അവിടെ മനയിൽ കുളങ്ങര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം പരിപാടികളൊക്കെയാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കലാകാരൻ പുറത്തു വരുന്നത് അല്ലേ. പാട്ട് പാടുക, മറ്റേ പദ്യപാരായണം, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, മിമിക്രി, 1 മിനിറ്റ്, ഹാഫ് എ മിനിറ്റ്, അങ്ങനെ പോകും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് എനിക്ക് ഹീറോ ആവണം, നായകൻ. അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്ത് കാര്യമാണെങ്കിലും, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അതുണ്ടോ? അങ്ങനെ തോന്നാനുള്ള കാര്യം നിങ്ങൾ എഴുതുന്നു, പല കാര്യം ചെയ്തിട്ടുള്ളോ? ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരു നിങ്ങളുടെ സ്റ്റൈൽ കണ്ട ഒരു കമലഹാസൻ ആ സ്റ്റൈലാണ് കാണുന്നത്, ബഹുമുഖ പ്രതിഭ. ഓരോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് താങ്കൾ മനസ്സിലാക്കി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ
എൻ്റെ അടുക്ക് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിനിമയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞു ചേട്ടാ ചെറിയ പരിപാടികളാണ് വരുന്നത്, അപ്പോൾ രതീഷ് ചെയ്യണം, ചെറിയ പരിപാടി വന്ന് നീ ചെയ്തിട്ടുള്ള 1-2 പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം ഈ ചെറിയ പരിപാടി നീ ചെയ്യുമ്പോൾ അതിന് നിൻ്റെതായ ഒരു സാധനം നീ കൊടുക്കുന്നുണ്ട്, അതെന്തായാലും വെറുതെ ആവത്തില്ല, അപ്പോൾ ചെറുത് വന്നാലും നീ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ പിന്നെയാണ് ഞാൻ പാസിങ് സീനായാലും തരണം, ഞാൻ വരുമെന്നുള്ള രീതി ചെയ്തത്. അങ്ങനെ വരാലിനകത്തുള്ള പെർഫോമൻസ് അനൂപനായിട്ടൊന്നും ഇതിനു മുമ്പ് അങ്ങനെ കണക്ഷനൊന്നും ഉണ്ടായിരുന്നതല്ല. ഇത് അവിടെ വെച്ച് സെറ്റിൽ കണ്ടു, ഇങ്ങനെ ഡയറക്ടർ കണ്ണൻ ചേട്ടൻ, അന്ന് ഞാൻ കണ്ണൻ ചേട്ടനിക്ക് ഒരു കഥ പറയാൻ പോയതാണ്. ഒരു കഥ പറയാൻ പോയതാണ് വിത്ത് ഫാമിലി. ഞങ്ങൾ ബാംഗ്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. അപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour പരിപാടി കഴിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു. അവിടെ ചെന്ന് കഥ പറഞ്ഞു തുടങ്ങി. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഹൈ എനർജി വെച്ചിട്ടൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് ഒരു പരിപാടി ചെയ്യാം, പക്ഷെ നീ ആദ്യം ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് റിസോർട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു റിസോർട്ടിലാണ് അവിടെ താമസിച്ചു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആൾ ദാറ്റ് വാസ് ദെയർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എൻ്റെ പിള്ളേർ അച്ഛൻ നടനാണ് എന്നുള്ള രീതിയിൽ ഇതുവരെ ദേ ഹാഡ് നെവർ എൻജോയ്ഡ് എനി പെർക്സ് ദാറ്റ് ഐ ഗെറ്റ് ആസ് എൻ ആക്ടർ ഓർ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കഥ പറഞ്ഞ്, അപ്പോൾ ഇതിനകത്തൊരു നല്ല വേഷമുണ്ട്, ഇത് നീ നിനക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി പോലെയാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരാനില്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ പെർഫോമൻസ് കഴിഞ്ഞാൽ ഡബ് ചെയ്തതിന് ശേഷം 2 വേർഷനിൽ ഞാൻ ഡബ് ചെയ്തു. കണ്ണേട്ടനോട് ഇല്ലായിരുന്നു, കണ്ണേട്ടൻ വേറെ എബ്രോഡ് എന്തോ ആയിരുന്നു ഡബിങ് നടന്നപ്പോൾ. അപ്പോൾ പുള്ളിക്ക് ഷെയർ ചെയ്തിട്ട് ഒരെണ്ണം ഹൈപ്പറായിട്ടും കൊടുത്തു, ഒരെണ്ണം എല്ലാം കൊടുത്തു. അതിനകത്ത് ഹൈപ്പറായിട്ടുള്ളതാണ് ഏതോ ഒരെണ്ണം അവരുടെ ഇഷ്ടമുള്ള സാധനം എടുത്തത്. അപ്പം അതിനുശേഷം അനുപേട്ടൻ എന്നെ വിളിച്ചിട്ട്, എടാ വിട്ടുപോയതാണ്, ഞാൻ ഡബിങ് കഴിഞ്ഞിട്ട് ഡബിങ് കണ്ടതിന് ശേഷം എനിക്ക് നിന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, നിനക്ക് ഉറപ്പായിട്ടും നല്ലൊരു പരിപാടിയാകും, കാരണം ആര് കണ്ടാലും നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അനുപേട്ടൻ എൻ്റെ ഫോണിൽ പറഞ്ഞു, നമ്പർ ഇല്ലാത്തതുകൊണ്ട് വിളിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര എനർജി ബൂസ്റ്റേഴ്സാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ 2 പോസിറ്റീവാണ് സൗണ്ട് മോഡുലേഷനും, നിങ്ങൾക്ക് സൗണ്ട് നല്ലതാണ്, പിന്നെ അപ്പിയറൻസും. അപ്പിയറൻസ് ഞാൻ വിജയ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെ കട്ടാണ് തോന്നിയത്. ഞാൻ സീരിയസ്ലി ഉണ്ട്. ഇപ്പൊ ആറാട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലൊക്കെ കൊണ്ടുവരുന്നത്. വിജയ് ബാബു മുദ്ദുഗവ് അങ്ങനെ. പിന്നെ എബ്രഹാം ചന്ദ്രയിലുള്ള മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൊക്കേഷനിലുള്ള വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഫസ്റ്റ് ഇത് തന്നെ പുള്ളിയെ ചവിട്ടേണ്ട ഒരു സാധനമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പം ആ സമയത്ത് ഇപ്പം നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആളുടെ കൂടെ നമ്മൾ എന്താ പറഞ്ഞ ഭയമില്ലാതെ ശരിക്കും ചവിട്ടി. അത് ആക്ഷൻ അല്ല, അത് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മമ്മൂക്കയും പറഞ്ഞു. ആ നെഞ്ചിൽ ചവിട്ടുന്ന സാധനം അത് ചവിട്ടുന്നത് തന്നെയാണ്. ഒരു സംഭവം മക്ബൂലുണ്ട്. മക്ബൂല് മൂത്താപ്പയാണല്ലോ മക്ബൂലിന്റെ. മക്ബൂല് ചവിട്ടിയിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പൊ മമ്മൂക്കയ്ക്കും അത് നീ ചവിട്ടുന്നത് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാധനം വേണം, ടച്ച് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ എന്റെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാനത് നോക്കിയിട്ടാ അപ്പൊ അത് ഓക്കെ ടേക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഡയലോഗ് നീ അടുത്ത പടത്തിൽ കാണത്തില്ല, നിന്റെ ചവിട്ട് ശരിയില്ല, അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞ് മക്ബൂൽ അവര് തമ്മിലുള്ള. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടി കയറി. അപ്പൊ ഞാനുണ്ടാവല്ലോ എന്റെ അടിപൊളി ചവിട്ടാണെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. അപ്പൊ അങ്ങനൊന്നും അങ്ങനെ ആരും സംഭവിച്ചു. ഗ്രാഫിക്സ് അയ്യോ അതാണ് എന്റെ ഫസ്റ്റ്. ഈ ടൈമിംഗ് ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് ടൈമിംഗ് ഒക്കെ എത്രത്തോളം ഞാനൊരു സിംഗിൾ ടേക്ക് ഒക്കെ ഓക്കെ. അത് ഗ്രാഫിക്സ് അല്ലല്ല, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ടൈമിങ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്യാരക്ടറായിട്ട് എന്നെ ചേസ് ചെയ്യുന്നു, കൊല്ലാൻ ഓടിക്കുന്നു, ഞാൻ ഓടി വരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ സമയത്ത് എന്റെ ഫേസ് സ്ട്രെയിറ്റ് ആയാൽ മാത്രമേ CG ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എപ്പോഴും ഞാൻ അങ്ങോട്ട് ബാക്കിൽ കൂടി നോക്കി ഓടുകയാണ്. ഞാൻ ഓടി ഇങ്ങനെ ആ സാധനം കറക്റ്റ് ഈ സമയത്ത് കിട്ടത്തില്ല. അവസാനം എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ കാലിനകത്ത് 4 സ്ക്രൂ കിടക്കും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തുവാ എനിക്ക് ഈ ഓട്ടം 2 വട്ടമായി പിന്നെയും കിട്ടുന്നില്ല. അവസാനം മാഫിയ ശശി ചേട്ടനാണ് എൻ്റെ പറഞ്ഞത്, ടൈമിങ് തെറ്റിപ്പോകുന്നുണ്ടല്ലേ. ഞാൻ ഒരു കാര്യം ഞാൻ സൗണ്ട് വെക്കാം, അപ്പൊ വെടി ഉണ്ടാ മതി എന്ന് പറഞ്ഞാൽ പുള്ളി കാത്തിരുന്നു. എൻ്റെ ഫേസ് ക്യാമറയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ പുള്ളി അത് ചെയ്തു. അപ്പം ഹെഡ് ഷോട്ട് അടിച്ച് വീഴുന്നതാണ് സിംഗിൾ. അത് ഓക്കെ, കാരണം അത് പുള്ളി പറഞ്ഞു തന്നുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും 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 പൊക്കോണ്ടിരിക്കും. എൻ്റെ കറക്റ്റ് അത് എൻ്റെ കയ്യിലല്ലല്ലോ, ഈ വെടി വെക്കുന്ന സാധനം എൻ്റെ കയ്യിലല്ലോ. ബാക്കി കാരണം ഞാനിങ്ങനെ ഓടുന്നതും നോക്കുന്നതും ഒക്കെ നാച്ചുറലായിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് നോക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇയാൾ
പൊട്ടിക്കാം എന്ന് പറയുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ട് പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ ഹെഡ് ഷോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള സാധനം കൊടുത്ത് അത് ഒരുപാട് പേരെന്നെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. വെടികൊണ്ട് വീഴുന്നൊക്കെ ഒറിജിനലായിരുന്നു. ഞാൻ പറഞ്ഞ ഒറിജിനലായിരുന്നു, കറക്റ്റ് വെടികൊണ്ട് നെറ്റിക്കകത്തോട് തുളഞ്ഞ് ഇപ്പുറത്തോടി വന്നെന്ന് പറഞ്ഞു. ഇംപ്രവൈസേഷൻ ചെയ്യാറുണ്ടോ ആക്ടിങ്ങിൽ? ഇല്ല ഇല്ല. എന്താ അങ്ങനെ? ആ ചെയ്യുന്നത് തന്നെ എന്തോ ഇംപ്രവൈസേഷൻ പോലെയാണ്. ആണ് അങ്ങനെ ഒരു സാധനം. പിന്നാലെ ഡയറക്ടർ ലാൽ പറഞ്ഞു ജഗതി ഇംപ്രവൈസേഷൻ ചെയ്യുന്നത് ശരിയല്ല. അന്ന് കണ്ടെ കൊച്ചിലെ അഭിപ്രായം എന്താ? പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ മുമ്പിലാണെങ്കിൽ അവർക്ക് നെർവസ്നെസ് ഉണ്ടാവും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഓഡിയൻസിന് പെർഫോമൻസ് വൈസ് അങ്ങനെ കൈന്നിട്ട് ചെയ്യുന്നതൊക്കെ ക്രിയേറ്റീവ് അല്ലേ? അങ്ങനെ ക്രിയേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പല ആൾക്കാരും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലർ അല്ല, ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞു പുള്ളിക്ക് ജഗതി അഭിനയിക്കുന്ന പോലെ ഇങ്ങനെ കയ്യിൽ ഇടാൻ പറ്റില്ല പറഞ്ഞു, കോമഡി ചെയ്യുമ്പോഴല്ല. അത് പുള്ളിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് ഇംപ്രവൈസേഷൻ ഒരു ക്രിയേറ്റീവ് വർക്ക് അല്ലേ? ഇംപ്രവൈസേഷൻ ക്രിയേറ്റീവ് വർക്ക് ഒക്കെ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ ജോലിയെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എന്തിനാ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്നത്? ഞാൻ നിന്റെയൊക്കെ പറയാണ്, അല്ലെ ഞാൻ ഇതൊരു സാധനം ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ടും. അല്ലെ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ നീ അത് ആ ലുക്ക് ഇങ്ങോട്ട് വരണം. അപ്പൊ അങ്ങോട്ട് ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക്. ആ ഒരു സാധനമുണ്ട്. അത് വർക്ക് ആവുമ്പോഴാണ് ആ ഒരു ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്ക് ആവുക എന്നൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ ആധികാരികമായി പറയാൻ ആരും ആയിട്ടില്ല, ജസ്റ്റ് അതാ ഒരു ലൊക്കേഷനിൽ അഭിനയിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്, പോയി കാണാതെ ജസ്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ മതി. സിനിമയിൽ ഇന്റർവ്യൂ ഇത് നിങ്ങൾക്ക് രതീഷിന് നെഗറ്റീവ് ആവില്ലേ? രതീഷ് കൃഷ്ണൻ ഞാൻ പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞാൽ മതി, എനിക്കിത് നെഗറ്റീവ് ആവും എന്നുള്ളതായിരുന്നു നിങ്ങൾ. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ഫേസസ് ആണ് ഇത് രണ്ടും. വാട്ട് എവർ യു സേ ദാറ്റ് ഇസ് ദ ഫാക്ട്. ഓക്കെ, അപ്പം ഐ ആം നോട്ട് എ ഫെമിലിയർ ഫേസ്. ഞാൻ ഒരു ഫെമിലിയർ ഫേസ് അല്ല. ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആറാട്ടണ്ണനും അലൻ ജോസും അവർ സിനിമയിൽ അഭിനയിച്ചിട്ട് അവർക്ക് ഈ ഫോളോവേഴ്സിനെ കിട്ടിയതല്ല. അവര് somehow they are entertaining audience and that is why they are having that reach, the kind of reach അല്ലേ. അത് അവരുടെ മേഖല ഏത് രീതിയിലാണ് അവർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ദേ ആർ ഫെമിലിയർ ഫേസസ് ആൻഡ് ഞാൻ ഫെമിലിയർ ഫേസ് അല്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ഫെമിലിയർ അല്ല. അപ്പോൾ ഞാൻ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിച്ച് ഫെമിലിയർ ആയി വരിക എന്നുള്ളൊരു ഒരു ടീഡിയസ് പരിപാടി അവിടെ കിടക്കുന്നു. അറ്റ് ദ സെയിം ടൈം സിറ്റിംഗ് വിത്ത് ടു ഫെമിലിയർ ഗൈസ്, എനിക്കിപ്പം പോയി അമിതാഭ് ബച്ചന്റെയും ജാക്കി ചാന്റെയും കൂടി ഇരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് മൈ സിറ്റുവേഷൻ, റൈറ്റ്? വാട്ട് എവർ വി ഗെറ്റ്, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്നെ മാക്സിമം പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി തന്നെ വിളിച്ച ദൈവത്തെ ഓർത്ത് പുള്ളി വിളിച്ച് രതീഷിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഞാനായിട്ടൊരു കണക്ട് ആയപ്പോൾ പുള്ളി എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഒരു ആക്ടറാണ്. ഇവര് ആക്ടിങ്ങിലേക്ക് എത്താൻ നിൽക്കുന്ന ആൾക്കാരാണ്. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമില്ല. ഇല്ല 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 അപ്പൊ ബസൂക്കയ്ക്കകത്തൊക്കെ വിളിച്ചെടുത്ത് അഭിനയിച്ചാണ്. ഇങ്ങേർക്ക് പോയ ആഗ്രഹമാണ്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എത്തപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതുവരെയുള്ള സംഭവം യു ഹാഡ് ദാറ്റ് റീച്ച് വിത്ത് ലൈക്ക് റീച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ എന്താ പറയുക ആ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ യു ഹാവ് എ ലോങ് പാത്ത് ലെയ്ഡ് ഓൾറെഡി. മുന്നിൽ ആ ഒരു പാത ഇട്ടിട്ടുണ്ട്. 10 years down the line the entire perception is going to change. അപ്പോൾ യു ഗൈസ് വിൽ ബി ദ വിന്നേഴ്സ്. ഈവൻ ദോ ഇപ്പോൾ കുറച്ച് കളിയാക്കലും പരിപാടികളും ഒക്കെ ഉണ്ട്. അത് നിങ്ങളും കുറച്ച് റിഫൈൻഡ് ആവുക. നിങ്ങളുടെ ക്യാരക്ടർ, ഞാനിത് പറയാം, ഞാൻ നല്ല കൂറയാണ്, നല്ല കട്ട കൂറയാണ്, എനിക്കറിയാവുന്ന. നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ എന്ത് വേണം വേണ്ട എന്നൊരു സാധനം ഡിസൈഡ് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ലെറ്റ്സ് വൈൻഡ് അപ്പ്. നിർത്തുന്നതിന് മുമ്പ് JSK റിലീസ് ആവുകയാണ്. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ ടോണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. പിന്നെ ആറാട്ടൻ ആദ്യം ചോദിച്ചത് ഇത് കണ്ണാടി വെച്ചോടുന്നു. കണ്ണാടി വെച്ചു. ഞാൻ സ്ഥിരം കണ്ണാടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് വെച്ചോ, എന്നിട്ട് പറയാം എങ്ങനെയാണെന്നാ കണ്ണാടി. കാരണം ഒന്നും തോന്നില്ല.
ഇതെത്രയാന്ന് പറയാമോ? അപ്പൊ ഇനി മേല കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷോ ആണ് ഞാൻ പറയുന്നത്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഫുഡ് കഴിക്കുമ്പോ വരെ രതീഷ് ഫുഡ് കഴിക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചാ. ഇനി എന്നെ കളിയാക്കാനോ എന്നെ ഇനി ഞാൻ ഒരു വട്ടം കൂടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കത്തില്ല. ദിസ് ഇസ് ലൈക്ക് ആസ്റ്റിക് മാൻസൺ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്ലാസ് ആണ്. അല്ലെങ്കിൽ സോഡാക്കാൻ വേണ്ടി പോലും ഇരിക്കും. ഞാൻ ആക്ടറാണ്. അപ്പൊ ചിലപ്പോ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ചിലപ്പോൾ കണ്ണാടി വെച്ചിരിക്കും, കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കും. സോ അതിനകത്തൊക്കെ വലിയ കാര്യങ്ങളോ അത് കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷെ റിലീസ് ഉടനെ എന്തായാലും റിലീസ് ഉണ്ടായിരിക്കും എന്നുള്ളല്ലോ. അല്ലാതെ ഈ പേരുമാറ്റിൽ ഇതൊന്നും പടം റിലീസ് ചെയ്യാവത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇതുണ്ടല്ലോ. അതൊന്നും പടം റിലീസ് ആവും. ഞാൻ ഹാപ്പിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പടത്തിന്റെ ഹീറോ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ്. അപ്പൊ പടം റിലീസ് ആവും. താങ്ക് യു വെരി മച്ച്. ഇത് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു കുറെ കമന്റ് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഓക്കെ, താങ്ക് യു. ബട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരുപാട് സപ്പോർട്ട് നൽകുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ രീതിയിൽ എന്നെ കുറിച്ച് കേട്ടാലും വന്നാലും പടം വരുമ്പോ പടത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് മലയാളി. കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ JSKക്കും ഇനിയുള്ള എൻ്റെ എല്ലാ സിനിമകൾക്കും നായകനായിട്ട് ഇപ്പോൾ ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് വാസുവാണ് ഡയറക്ടർ. ഹരിത ശിവൻ എന്താണ് ഫ്രഞ്ച് കിസ് സ്റ്റോറി, ഫ്രഞ്ച് കിസ് കണക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. സിനിമ കാണുമ്പോൾ അല്ലേ അറിയത്തുള്ളൂ ഫ്രഞ്ച് കിസ് ഉണ്ടോ ഇല്ലയോ. അതൊക്കെ എന്തായാലും പടം എന്തായാലും വരും. ഒരു 3 മാസത്തിനോ അല്ല 4 മാസത്തിനോ റിലീസ് ഉണ്ടോ അവിടെ ഓൾമോസ്റ്റ് ആയിരിക്കും. അപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇസ് കമ്മിങ് നിയർ യുവർ ഹൗസസ്. വീടുകളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഉണ്ടാവും. എല്ലാവരും പോയി കണ്ട്. വെള്ളിയാഴ്ച ആണോ എന്നതല്ല, ഡേറ്റ് വിൽ ബി അനൗൺസ്ഡ് ലൈക്ക് ടുഡേ ഓർ ടുമോറോ. നാളെ എന്തായാലും അറിയാം എന്നാണ് ഡേറ്റ് എന്നുള്ളത്. ഒരുപാട് ഡിലേ ആവാൻ സാധ്യതയില്ല. അപ്പോ മേ ബി 1 വീക്ക് കൂടി ചിലപ്പോൾ ആയേക്കാം, ചിലപ്പോൾ സെയിം ഡേറ്റ് തന്നെ ആയേക്കാം. എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതാണ്. താങ്ക് യു വെരി മച്ച്.